നീ കഴിച്ചുപോയ ഭക്ഷണമുണ്ടല്ലോ, ആ കഴിച്ചുപോയിട്ടുള്ള ഭക്ഷണം അതിനെ കഴുകി വെക്കാതെ കിടക്കല്ലേ. കാരണം അത് നിങ്ങൾ അല്ലാഹുവേ നിങ്ങൾ കഴിച്ച പാത്രമാണ്, അതിൽ റഹ്മത്തുള്ളതാണ്. അതിന് മറ്റുള്ള ജീവജാലങ്ങൾ കയറിയിറങ്ങുന്ന ഒരവസ്ഥയാക്കല്ലേ. നമ്മളെന്താ പറയും? ഇനിയിപ്പോ രാവിലെ ആകട്ടെ, ഇത്രയും നേരമൊക്കെ ആയില്ലേ, ഇനി കുഴപ്പമൊന്നുമില്ല, ഇനിയിപ്പോ രാവിലെ എന്തെങ്കിലും ചെയ്യാം. എന്നാൽ എന്റെ ഉമ്മ വീട്ടിന്റെ ഉള്ളിൽ എപ്പോഴും നല്ല വൃത്തിയുണ്ടാകണം. ആ വൃത്തിയിലാണ് രക്ഷപ്പെടുന്നത്. പിന്നെ മഹദി അവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, അതുമാത്രം പോരാ, നീ ഭക്ഷണം വെക്കുന്ന സമയമുണ്ടല്ലോ, ആ ഭക്ഷണം വെക്കുന്ന സ്ഥലം നല്ല വൃത്തിയുണ്ടാകണം. അപ്പൊ പറയുന്ന അടുക്കളല്ല ഉസ്താദെ, ഇത്രയും പാത്രങ്ങൾ അങ്ങോട്ട്, ഓക്കെ.